മെയിനായിട്ടും രണ്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മൾ വിസയുടെ ടൈമിൽ നമ്മൾക്ക് രണ്ട് എക്സ്പെൻസസ് ആണ് വിസ ആപ്ലിക്കേഷൻ്റെ ടൈമിൽ വരുന്നത്. ഒരെണ്ണം VFS ഗ്ലോബലിൻ്റെ ആപ്ലിക്കേഷൻ ചാർജ്, രണ്ടാമത്തത് നമ്മളുടെ IHS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഷുറൻസ് ചാർജ്. അപ്പോൾ ഇതിൽ VFSൻ്റെ ചാർജ് വന്ന നോർമൽ വിസ ആപ്ലിക്കേഷൻ ചാർജ് കഴിഞ്ഞ ഇൻടേക്ക് വരെ വന്നിരുന്നത് 490 പൗണ്ടാണ്. അത് ഇപ്പോൾ 524 പൗണ്ടായിട്ട് വർദ്ധിപ്പിച്ചു. ഏകദേശം 34 പൗണ്ട് റെഗുലർ ആപ്ലിക്കേഷന് വന്നിട്ടുണ്ട്, കയറ്റിയിട്ടുണ്ട്. ഇനി April 29 തൊട്ട് കൂടുതൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. 34 പൗണ്ടോളം കൂടുതൽ പേ ചെയ്യേണ്ടി വരും. പ്രയോറിറ്റി ആപ്ലിക്കേഷന് സാധാരണ ഇതിനേക്കാളും ഏകദേശം ഒരു 10-20% ഉള്ളിലായിരുന്നു ഡിഫറൻസ് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി ആപ്ലിക്കേഷന് ഈ ചാർജസിന് പുറമെ നമ്മൾ 500 പൗണ്ട് വേറെ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. IHSൻ്റെ കാര്യത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി സാധാരണ നമ്മളൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് 1 ഇയർ ആണ് കോഴ്സ് ഡ്യൂറേഷൻ എങ്കിലും 13 മന്ത് വിസ ആണ് നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ 13 മന്തിൻ്റെ വിസ ചാർജസ് എന്ന് പറയാൻ IHS ചാർജസ് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ 1164 പൗണ്ടാക്കി വർദ്ധിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 lakh സംതിങ് ഒരു വർഷത്തേക്കുള്ള കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിന് വരുന്നുണ്ട്. പ്ലസ് VFSൻ്റെ ആപ്ലിക്കേഷൻ ചാർജായ 524 പൗണ്ടും കൂടെ വരും. ഏകദേശം ഒരു 1.7 lakhs-ൻ്റെ 1.75 lakhs-ന് മുകളിൽ ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് കൂടെ വെച്ചിട്ടാണോ ഞാൻ ഈ പറയുന്നത്. ഈ ഒരു ചാർജസ് April 9th ശേഷം അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് പ്രാബല്യത്തിൽ വരും. ഏകദേശം ഒരു 15% ഡിഫറൻസ് ആണ് ചാർജസിൽ വന്നിരിക്കുന്നത്. 1.6 മന്ത്സിൻ്റെ കോഴ്സ് എടുക്കുന്നത്, 1.5 വർഷത്തെ കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അവരുടെ IHS ചാർജസ് എന്ന് പറഞ്ഞാൽ 1554 1552 ആണ്